أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بل أتيناهم بالحق وإنهم لكاذبون. ما اتخذ الله من ولد وما كان معه من إله إذا لذهب كل إله بما خلق ولعلى بعضهم على بعض سبحان الله عما يصفون. عالم الغيب والشهادة فتعالى عما يشركون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1127 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 90 മുതൽ 92 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബൽ അതൈനാകും ബിൽ ഹഖ് വഇന്നകും ലകാദിബൂൻ. മത്തഖദല്ലാഹു മിൻ വലദ് വമാ കാന മഅഹു മിൻ ഇലാഹ് إذا لذهب كل إله بما خلق ولعلى بعضهم على بعض سبحان الله عما يصفون. عالم الغيب والشهادة فتعالى عما يشركون. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ 90 മുതൽ 92 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സത്യനിഷേധികളായിട്ട് നിലകൊള്ളുന്ന മക്കയിലെ ആളുകളെ അവരുടെ നിലപാടും വിശ്വാസവും അവരിപ്പോ പിന്തുടർന്നു വരുന്ന രീതിയുമൊക്കെ തന്നെ എത്ര ബുദ്ധിശൂന്യമാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന ഒരു ആശയ സംവാദമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനെ മുൻനിർത്തിക്കൊണ്ട് ഇതിനകം നടത്തുകയുണ്ടായത്. അവരുടെ വിശ്വാസപരമായ അടിത്തറ, അവരുടെ നിലപാടുകളുടെ അടിത്തറ, ഇതൊന്നും തന്നെ യുക്തിക്കോ ബുദ്ധിക്കോ നിരക്കുന്നതോ അല്ലെങ്കിൽ ദീർഘകാലം അവർക്ക് ഉയർത്തിപ്പിടിച്ച് കൊണ്ടു നടക്കാൻ സാധിക്കുന്നതോ അല്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ആയാത്തുകളെ മുൻനിർത്തിക്കൊണ്ട് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നും തന്നെ അവർക്ക് തലയിൽ കയറുന്ന, അവർക്ക് ബുദ്ധി കൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നതല്ലാത്ത വിധത്തിലാണ് അവർ നിരന്തരം പ്രതികരിച്ചുകൊണ്ടിരുന്നത്. അവർ ശീലിച്ചു വന്ന വഴികളും പിന്തുടർന്നു വന്ന രീതികളും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം പല നിലക്കും അവരെ പ്രിവിലേജ്ഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള പല സൗകര്യങ്ങളും സുഖങ്ങളും അതുപോലെ തന്നെ സമൂഹത്തില് ഔന്നത്യവും ഒക്കെ അവര് അനുഭവിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ അവരാരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യയുക്തിക്കും ബുദ്ധിക്കും ഏറ്റവും ഏറെ സ്വീകാര്യമായ, ഏറ്റവും ശരിയായ അടിത്തറയിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ജീവിത ദർശനത്തെ അംഗീകരിക്കാൻ അവര്
സന്നദ്ധരാകുന്നില്ല. അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാണ് ഈ പ്രപഞ്ച സാകല്യം ഒന്നാകെയായിട്ട് എന്ന കാര്യത്തിൽ അവര് തർക്കിക്കാനൊന്നും വരുന്നില്ല. ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവാണ് സകലതിന്റെയും ഉടമ എന്നതിലൊന്നും അവർക്ക് തർക്കമില്ല. പക്ഷേ ദിവ്യത്വം എന്ന കാര്യം വരുമ്പോ, പാരത്രിക ജീവിതം എന്ന വിഷയം വരുമ്പോ ഇതിലൊക്കെ അവര് ഇടഞ്ഞു നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിന്റെ കാര്യത്തിൽ അവർക്ക് പറയത്തക്ക വെല്ലുവിളികളൊന്നും ഉയർത്താനില്ല. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന കാര്യത്തിൽ അവർക്ക് തർക്കമൊന്നുമില്ല. എന്നാൽ ആ സൃഷ്ടാവിന് മാത്രമാണ് ദിവ്യത്വം ഉള്ളത്, അവൻ മാത്രമാണ് ദൈവം എന്നത് യുക്തിപരമായിട്ട് അംഗീകരിക്കേണ്ടി വരുമ്പോ അതിനവർ കൂട്ടാക്കാതിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു ശരിയായ നിലപാട് സ്വീകരിക്കണമെങ്കിൽ ജീവിതത്തിന് വല്ല ആക്ഷേപത്വം ഉണ്ട് എന്നൊരു ബോധ്യം ഉണ്ടാവണം. മനുഷ്യ ജീവിതം മരണത്തോടുകൂടി കഴിഞ്ഞു, എല്ലാം തീർന്നു എന്ന ഒരു നോഷനിലാണ് ആളുകൾ കഴിയുന്നതെങ്കിൽ ഒരിക്കലും തന്നെ അവര് ദിവ്യത്വത്തിന്റെ കാര്യത്തിലോ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥതയുടെ കാര്യത്തിലോ ഒന്നും ഒരു തീരുമാനത്തിലേക്കൊന്നും വരൂല. ഇനിയിപ്പോ ഒന്നിലെ ഒരു സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ദിവ്യത്വം ഇല്ല എന്ന് തന്നെ വെക്കുക. എന്നാ പോലും അതങ്ങനെ ഇരിക്കട്ടെ, അതായിക്കോട്ടെ എന്നുള്ള നിലക്ക് അവരതിനെ അവഗണിച്ച് തള്ളുകയാണ്. കാരണം മരണത്തിന് ശേഷം വിശേഷിച്ച് ഒന്നുമില്ല എന്നതാണ് അവരുടെ ധാരണ. മരണം വരെയുള്ള കാലത്ത് അവർക്ക് അവരുടെ പല കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ദൈവത്തോട്, അള്ളാഹുവിനോട് സംസാരിക്കാനും അവർക്ക് വേണ്ടതൊക്കെ നേടിക്കൊടുക്കാനും ഒക്കെ അവർക്ക് ദിവ്യത്വമുള്ള പലരെയും ആവശ്യമുണ്ട്. മരണത്തിന് ശേഷം അത് കഴിഞ്ഞു, അതോടെ തീർന്നു, പിന്നെ യാതൊന്നുമില്ല എന്നാണ് അവര് സങ്കല്പിക്കുന്നത്. അപ്പൊ അങ്ങനെ സങ്കല്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദിവ്യത്വത്തില് ആരെയെങ്കിലും പങ്കാളികളാക്കുന്നതൊന്നും ഒരു വിഷയമായിട്ട് അനുഭവപ്പെടൂല, ഒരു പ്രശ്നമായിട്ട് അവർക്ക് തോന്നുകയില്ല. ഈ ഒരു കാര്യം അള്ളാഹു നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നാണ് വളരെ ശക്തമായ ഭാഷയിൽ അവരോട് നമ്മൾ പഠിച്ച ആയത്തുകളിൽ വളരെ യുക്തിഭദ്രമായ ആശയ സംവാദം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുകളെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്നു. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥത അത് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് അതിൽ തർക്കമൊന്നുമില്ല. ആരുടേതാണ് ഏറ്റവും മഹത്തായ സിംഹാസനം എന്നത് ചോദിച്ചാലും ഈ പ്രപഞ്ച സാകല്യത്തിന്റെ മേലുള്ള ഏറ്റവും ചെറുതും ഏറ്റവും വലുതുമായ ഇത് ഉൾപ്പെടെയുള്ള സകലതിന്റെയും മേലുള്ള അധികാരം ആർക്കാണ് എന്നത് ചോദിച്ചാൽ അതിനും അവർക്ക് തർക്കമൊന്നുമില്ല. ലില്ലാഹ് എന്നാണ്, സയഖൂലൂന ലില്ലാഹ്, അതൊക്കെയും അള്ളാഹുവിൻ്റെതാണ് എന്നവർ സമ്മതിച്ച് പറയും. അങ്ങനെയൊക്കെ പറയുമ്പോഴും അള്ളാഹുവിന് നൽകേണ്ട ആ മഹത്വം, അള്ളാഹുവിന് നൽകേണ്ട ആ പദവി, അത് നൽകുവാൻ അവർ സന്നദ്ധരല്ല. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട അതിമഹത്തരമായ പദവിയും ദിവ്യത്വവും ഒക്കെ അവരുടെ പല സ്വാർത്ഥമായ താല്പര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് മറ്റു പലർക്കുമായിട്ട് വിഹിതം വെച്ച് കൊടുത്തു കളയും. അപ്പൊ ആകാശ ഭൂമികളുടെ ഉടമസ്ഥത അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവാണ് അഭയം നൽകുന്നവൻ. അവൻ കൈവിട്ട ആളുകളെ അഭയം കൊടുത്ത് രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരാളും തന്നെ ഇല്ല. തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ അള്ളാഹു ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ട്. ഇതൊക്കെ അവർക്ക് ബോധ്യമുള്ളതാണ്. എന്നിട്ടും അവര് ചതിയിൽ അകപ്പെടുകയാണ്. അവര് സിഹിറിന് വിധേയമാവുകയാണ്. അവരൊരു തരം മായികമായ ഒരു വലയത്തിൽ അകപ്പെടുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവര് നടത്തിയിരുന്ന ആരോപണം തന്നെ അദ്ദേഹത്തിന് സിഹർ ബാധിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ആയാത്തുകളൊക്കെ ഓതി കേൾപ്പിക്കുന്നത് എന്ന നിലക്കായിരുന്നു. യഥാർത്ഥത്തിൽ സിഹർ കൊണ്ട് സത്യം ബോധ്യപ്പെടാതിരിക്കുന്നവരും സത്യം പിന്തുടരാൻ പറ്റാതെ പോകുന്നതും ഒക്കെ ഇവര് തന്നെയാണ് എന്നാണ് വാദത്തില് അവരെ മലർത്തിയടിച്ചുകൊണ്ട് ഖുർആൻ ഇവിടെ പറയുകയുണ്ടായത്. സയഖൂലൂന ലില്ലാഹ്, അവര് ഇതൊക്കെ അള്ളാഹുവിൻ്റെതാണെന്ന് അവര് പറയുകയും എന്നിട്ടും ഫഅന്നാ തുസ്ഹറൂൻ, അങ്ങനെ ചോദിക്കാനാണ് നബിയോട് അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് സത്യം ഈ അടിമേൽ മറിഞ്ഞ വിധത്തിലായി മാറി നിങ്ങളെ സിഹിർ ബാധിച്ച, മാരണം ബാധിച്ച ആളുകളെ പോലെ ആയത് എങ്ങനെയാണ് എന്നതാണ് അള്ളാഹു അവരോട് ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. പരോക്ഷമായിട്ട് സത്യത്തെ സത്യമായി ബോധ്യപ്പെടാതിരിക്കുന്നതും സത്യം കീഴ്മേൽ മറിഞ്ഞ അവസ്ഥയിൽ അതിനെ ചുമക്കേണ്ടി വരുന്നതും ഇവര് തന്നെയാണ് എന്ന കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അവരെ അള്ളാഹു അറിയിക്കുകയാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. ഇന്നലെ നമ്മൾ വായിച്ചു വെച്ച ഭാഗം അവസാനിക്കുന്നത് അങ്ങനെയാണ്. അതിനെ തുടർന്ന് യാഥാർത്ഥ്യം എന്താണ് എന്നത് അള്ളാഹു വെളിപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകളിൽ. ബൽ അതൈനാഹും ബിൽ ഹഖ്, എന്നാൽ ഇവര് സങ്കല്പിക്കുന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിസ്ഥാനരഹിതമായതോ വ്യാജമായതോ കീഴ്മേൽ മറിക്കപ്പെട്ടതോ ആയ കാര്യങ്ങളല്ല ഇവിടെ അവതരിപ്പിക്കുന്നത്. മറിച്ച് ബൽ അതൈനാഹും, നാം അവർക്ക് കൊണ്ടുകൊടുത്തിരിക്കുകയാണ് ബിൽ ഹഖ്, സത്യം. സത്യം നാം അവർക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാഥാർത്ഥ്യം. ഇവരുടെ മുന്നിൽ നാം സത്യം അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇന്നഹും ലകാദിബൂൻ, ഇവരൊക്കെയും തന്നെ കളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വ്യാജമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വ്യാജത്തെയാണ് അവർ പിൻപറ്റുന്നത്, അവര് കാദിബുകളാണ്. ഇവിടെ പരാമർശിക്കപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. പാരത്രിക ജീവിതം, അതിനെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മരണത്തിന് ശേഷം പിന്നെ ഇൻഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ, നമുക്ക് ഇവിടുത്തെ ഈ ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കള്ളമാണ്. മരണശേഷം ഒരു വിചാരണ നേരിടേണ്ടി വരും എന്ന ആശയം അവര് നിഷേധിക്കുന്നു എന്നത് അവരുടെ വ്യാജമായ കള്ളമായ ഒരു നിലപാടാണ്. അള്ളാഹുവാണ് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ, അതിന്റെ മേൽ പൂർണ്ണമായ അധികാരമുള്ളവൻ എന്നൊക്കെ ഒരു ഭാഗത്ത് സമ്മതിച്ച് പറയുമ്പോഴും ദിവ്യത്വത്തിൽ വേറെ പലർക്കും പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ ഈ രീതി ഉണ്ടല്ലോ, അത് വ്യാജം പറയുന്നതിന്റെ, കള്ളം പറയുന്നതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ലക്ഷണമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 40-40 വർഷങ്ങളുടെ പരിചയം കൊണ്ട് അവർക്ക് ബോധ്യപ്പെട്ട് അവര് തന്നെ നൽകിയ അംഗീകാരമായിരുന്നു അൽ അമീൻ എന്നത്. അതിന് വിരുദ്ധമായിട്ട് ഇപ്പോ അദ്ദേഹത്തിനെ കള്ളം പറയുന്നവനും വ്യാജനും അതുപോലെ മരണം ബാധിച്ചവനും കവിയും അതുപോലെ ഭ്രാന്തനും ഒക്കെയായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യാജമായ അവരുടെ പ്രസ്താവനകൾ മാത്രമാണ്, കള്ളം പറയുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു അവരുടെ മുന്നിൽ അവർക്കും ഒരു അവസരം ഉണ്ടാവട്ടെ എന്നുള്ള നിലക്ക് സത്യം അവതരിപ്പിക്കുകയാണ് ഇപ്പോ ചെയ്തിട്ടുള്ളത്. എന്നാൽ അവരുടെ പ്രതികരണം അടിസ്ഥാനരഹിതമായതാണ്, വ്യാജമായതാണ്, കള്ളം പറയുന്ന വിധത്തിലുള്ളതാണ്. ബൽ അതൈനാഹും ബിൽ ഹഖ് വഇന്നഹും ലകാദിബൂൻ, നിശ്ചയമായിട്ടും സത്യം നാം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്, എന്നാൽ അവരോ തീർച്ചയായിട്ടും അവര് കള്ളം പറയുന്നവരാണ്, വ്യാജമാണ് അവര് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. അവര് പരാമർശിച്ച വിഷയങ്ങളിലൊക്കെ തന്നെ അവര് ഖദിബിനെയാണ് പിന്തുണച്ച് നിൽക്കുന്നത്. പാരത്രിക ജീവിതത്തെ നിഷേധിക്കുന്നത്, ഹിസാബിനെ നിഷേധിക്കുന്നത്, അള്ളാഹുവിന്റെ ദിവ്യത്വത്തിലുള്ള അവന്റെ ഏകത്വത്തെ നിഷേധിക്കുന്നത് ഉൾപ്പെടെയുള്ള അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിക്ക സംഗതികളും വ്യാജമാണ്, കള്ളമാണ് എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്.
അവരുടെ മുന്നില് അവർക്ക് ഒരവസരം എന്നുള്ള നിലക്ക് സത്യം അവതരിപ്പിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. തുടർന്ന് പറയുന്ന മത്തഖദല്ലാഹു മിൻ വലദ് വമാ കാന മഅഹു മിൻ ഇലാഹ്. മക്കയിലെ മുശ്രിക്കുകള് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരുന്ന വ്യാജോക്തികളിൽ പെട്ട ചിലതാണ് അള്ളാഹു ഇവിടെ വെളിപ്പെടുത്തുന്നത്. മത്തഖദല്ലാഹു മിൻ വലദ്, അള്ളാഹുവിന് പുത്രനോ പുത്രിയോ ഒന്നുമില്ല. അള്ളാഹു സന്താനങ്ങളെ ഭരിച്ചിട്ടേ ഇല്ല. ഇതാണ് അള്ളാഹു പറയുന്ന ഒരു കാര്യം. ക്രൈസ്തവ ലോകത്ത് ഈസ അലൈഹിസ്സലാമിനെ ദൈവപുത്രനായിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു രീതി സ്വീകരിക്കപ്പെട്ട കാര്യത്തെക്കുറിച്ച് പിന്നീട് വിശുദ്ധ ഖുർആൻ മദീനയിൽ അവതരിച്ച സൂറത്തുകളിൽ വിശദമായിട്ട് പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പരാമർശം ക്രൈസ്തവ ലോകത്തുള്ള ഈ ത്രിയേകത്വ വിശ്വാസമോ ദൈവപുത്രൻ എന്ന വിശ്വാസമോ ഒന്നിനെയും പരാമർശിച്ചുകൊണ്ടുള്ളതായിട്ടല്ല നമുക്ക് കാണാൻ കഴിയും. മക്കയിലെ മുശ്രിക്കുകള് ആരാധിച്ചിരുന്ന അവരുടെ ദേവന്മാരും ദേവതകളും അള്ളാഹുവിന്റെ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രികളും ഒക്കെ ആയിട്ടാണ് അവര് കൊണ്ടു നടന്നിരുന്നത്. അങ്ങനെ ഒരു കുടുംബ ബന്ധമുണ്ട് എന്ന നിലക്കാണ് അവര് അവരുടെ പല വിഗ്രഹങ്ങളെയും ആ വിഗ്രഹങ്ങളെ പ്രതീകാത്മകമായിട്ട് അവർ മനസ്സിലാക്കുന്ന അവരുടെ ദൈവങ്ങളായിട്ട് അവർ കൊണ്ടു നടക്കുന്ന ആലിഹത്തുകൾ, ആ ആലിഹത്തുകളിൽ പലതും ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും ഒക്കെയാണ് എന്നുള്ള നിലക്കാണ് അവര് വിശ്വസിക്കുകയും അത് ആരാധിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു സംഗതിയിലേക്ക് കൂടി പരാമർശമുള്ള, എന്നാൽ പിൽക്കാലത്ത് ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാനമായ കാര്യങ്ങൾ പറയുന്നതിനെ ഉൾക്കൊള്ളുന്ന ഒരു വാചകമാണ് മത്തഖദല്ലാഹു മിൻ വലദ്. അള്ളാഹു അങ്ങനെ സന്താനങ്ങളെയൊന്നും വരിച്ചിട്ടില്ല, സന്താനങ്ങളെ ഒന്നും സ്വീകരിച്ചിട്ടില്ല. മിൻ വലദ് എന്നാണ് ഇവിടെ പറയുന്നത്. അത് ഒന്നിലേറെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശൈലിയാണത്. വലത് എന്ന് പറഞ്ഞാൽ പുത്രൻ എന്നേ ഉള്ളൂ. പക്ഷെ അള്ളാഹു പുത്രനിൽ ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നത് സന്തതികളെ, മക്കളെ അള്ളാഹു വരിച്ചിട്ടില്ല എന്ന ബഹുവചനം സൂചിപ്പിക്കാനാണ് എന്നത് ആ ശൈലിയിൽ നിന്ന് വ്യക്തമാണ്. മത്തഖദല്ലാഹു മിൻ വലദ്, വലത് എന്ന കാറ്റഗറിയിൽ പെടുന്ന, സന്താനം എന്ന കാറ്റഗറിയിൽ പെടുന്ന ഒന്നിനെയും അള്ളാഹു വരിച്ചിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഭാഷാപരമായി ആ പ്രയോഗം സൂചിപ്പിക്കുന്നത്. വമാ കാന മഅഹു മിൻ ഇലാഹ്. ഇനി പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാര്യമാണ് മാറ്റിവെക്കുക. അവന്റെ കൂടെ വേറെ വല്ല ഇലാഹും ഉണ്ടോ? അങ്ങനെയും ഇല്ല. വമാ കാന മഅഹു മിൻ ഇലാഹ്, അവനോടൊപ്പം മറ്റൊരു ആരാധ്യനും മറ്റൊരു ദൈവവും ഇല്ല. അങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് അസംഭവ്യമാണ്, യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്നതല്ല, അത് ഒരിക്കലും സംഭവിക്കുകയില്ല. കാരണം ഇതല്ല ദഹബ കുല്ലു ഇലാഹി ബിമാ ഖലഖ വലഅല ബഅദുഹും അലാ ബഅദ് എന്നാണ് അതിന് ന്യായമായിട്ട് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിനോടൊപ്പം വേറെ ഒരു ഇലാഹു ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ സംഭവിക്കൽ എന്താണ്? നമ്മുടെ കൺമുന്നിൽ കാണുന്ന ചിത്രങ്ങളൊക്കെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അള്ളാഹുവിനോടൊപ്പം സമാനതയുള്ള, തുല്യതയുള്ള, ദിവ്യത്വത്തിൽ പങ്കുള്ള വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കല്, ഇലാഹ് എന്ന് പറഞ്ഞാൽ ഖാലിഖ് എന്നതാണല്ലോ. ദൈവം എന്ന് പറഞ്ഞാൽ സ്രഷ്ടാവായതുകൊണ്ടാണ് അവൻ ദൈവമാകുന്നത്. അപ്പോ അള്ളാഹുവിനോടൊപ്പം വേറെയും സൃഷ്ടികർമ്മം നടത്തിയ ദൈവങ്ങൾ ഉണ്ടെങ്കിൽ ഓരോരുത്തരും തന്നെ അവൻ സൃഷ്ടിച്ചതിന്റെ അവകാശവാദവും പറഞ്ഞുകൊണ്ട് അതങ്ങ് കൊണ്ടുപോകുമായിരുന്നു. നിങ്ങൾ കാണുന്ന പോലെ സ്വരച്ചേർച്ചയോടുകൂടി ഈ പ്രപഞ്ച സാകല്യം പ്രവർത്തനക്ഷമമാകുമായിരുന്നില്ല. മഴ പെയ്യിക്കുന്നത് ഒരു ദൈവവും വരൾച്ച ഉണ്ടാക്കുന്നത് വേറൊരു ദൈവവുമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സംഘർഷവും സംഘടനവും തുടങ്ങും. അതുപോലെ
പ്രപഞ്ചത്തിലെ ഏതേത് പ്രതിഭാസത്തെ പരാമർശിച്ചുകൊണ്ടാണെങ്കിലും നമുക്ക് ഈ കാര്യം വസ്തുതാപരമാണ് എന്നത് ബോധ്യപ്പെടും. ഇപ്പൊ ഭൂമിയില് സസ്യലതാദികളെ മുളപ്പിച്ചുണ്ടാക്കുന്നത് ഒരു ദൈവവും മൃഗങ്ങളെ സൃഷ്ടിക്കുന്നത് വേറെ ദൈവവുമാണ് എന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അത് വലിയ സംഘട്ടനത്തിനും സംഘർഷത്തിനും ഒക്കെ കാരണമാവും. ചെടികളും മരങ്ങളും ഉണ്ടാക്കുന്ന ദൈവം നിരന്തരമായിട്ട് മൃഗങ്ങളെ സൃഷ്ടിക്കുന്ന ദൈവവുമായി ഏറ്റുമുട്ടേണ്ടി വരും. അപ്പൊ അധികാര വടംവലി വളരെ അനിവാര്യമായിട്ടും അവിടെ ഉടലെടുക്കും എന്നാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരിക്കലും തന്നെ സ്വരച്ചേർച്ചയോട് കൂടിയുള്ള ഒരു പ്രാപഞ്ചിക സംവിധാനം സാധ്യമാകുമായിരുന്നേ ഇല്ല. അതാണ് ഒന്നിലേറെ സൃഷ്ടാവായ ദൈവങ്ങളുണ്ടെങ്കിൽ, ഒന്നിലേറെ ദൈവമുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾ കാണുന്ന പോലെ ആയിരിക്കുകയില്ല ഭൂമിയും അതിന്റെ ചുറ്റുപാടും ഈ പ്രപഞ്ചവും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വമാക്കാന മഅഹു മിൻ ഇലാഹ്, അള്ളാഹുവിനോടൊപ്പം വേറൊരു ആരാധ്യനുമില്ല, വേറൊരു ദൈവവുമില്ല. സൃഷ്ടികർമ്മം ചെയ്തിട്ടുള്ള ഒരു ഖാലിഖും അവനോടൊപ്പമില്ല. ഇതല്ല ദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ്, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ഇലാഹും അത് സൃഷ്ടിച്ചതിനെയും കൊണ്ടങ്ങ് പോകുമായിരുന്നു. അല്ലെങ്കിൽ അതിൽ അവകാശവാദം ഉന്നയിക്കുകയും അത് തൻ്റേതാക്കി വെക്കുകയും അത് തൊട്ട് കളിക്കാൻ ബാക്കി ദൈവങ്ങളെ അനുവദിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അങ്ങനെ ഏറ്റുമുട്ടലാവും. അവര് ആ ദൈവങ്ങള് പരസ്പരം സംഘർഷത്തിലായി തമ്മിൽ കലഹിക്കുന്നവരായി മാറിയിട്ടുണ്ടാകും. ഇപ്പോ അങ്ങനെ സംഭവിക്കാതിരിക്കുന്നത് കടലുണ്ടാക്കിയവൻ തന്നെയാണ് ആകാശത്തെ ഉണ്ടാക്കിയിട്ടുള്ളത്. മഴ പെയ്യിക്കുന്നവൻ തന്നെയാണ് വരൾച്ച ഉണ്ടാക്കുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങളെ മുളപ്പിച്ചുണ്ടാക്കുന്നവൻ തന്നെയാണ് മൃഗങ്ങളെ സൃഷ്ടിക്കുന്നത്. ഈ ഒരു പാരസ്പര്യം എല്ലാറ്റിനും ഇടയില് നിലനിൽക്കുന്നതിന്റെ രഹസ്യം അള്ളാഹുവിന്റെ ഏകത്വമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്, ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് തൗഹീദിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. തൗഹീദ് ഇല്ലെങ്കിൽ, അള്ളാഹുവിന്റെ ഏകത്വം എന്ന ഒരു യാഥാർത്ഥ്യം ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇല്ല. ഈ പ്രപഞ്ചം നമ്മൾ കാണുന്ന വിധത്തില് നിലനിൽക്കുമായിരുന്നില്ല. ഒരു ദൈവം ഒരു മനുഷ്യനെ സഹായിക്കാമെന്ന് വെക്കുകയാണെങ്കിൽ മറ്റേ ദൈവം അവനെ ദ്രോഹിക്കാമെന്ന് വെച്ച് കളയും. അപ്പോൾ സഹായവും ദ്രോഹവും ഒരുമിച്ച് വന്നാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. അപ്പൊ ഇതുപോലെയുള്ള അവസ്ഥകള് ഭൂമുഖത്ത് ഈ കാര്യത്തിൽ എന്നല്ല എല്ലാറ്റിലും പ്രവർത്തനക്ഷമമായി മാറും. അത് ഈ ഹെവൻലി ബോഡീസില്, ഈ വാനലോകത്തെ പ്രതിഭാസങ്ങളില്, ഭൂമിക്കടിയിലുള്ള പ്രതിഭാസങ്ങളില്, അങ്ങനെ എല്ലാറ്റിലും തന്നെ ഈ വടംവലി പ്രകടമാകും. അങ്ങനെ വടംവലി പ്രകടമാവാതിരിക്കുന്നത്, ഉദാഹരണത്തിന് ഭൂമിയുടെ നിയന്ത്രകൻ ഒരു ദൈവവും ആകാശത്തിന്റെ നിയന്ത്രകൻ വേറൊരു ദൈവവും ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്കൊക്കെ സഞ്ചരിക്കുന്ന ആള് പോകുന്ന വഴിക്ക് വെച്ചിട്ട് ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണം ഒന്ന് അങ്ങ് കൂട്ടിക്കളഞ്ഞു എന്ന് വിചാരിക്കുക. രണ്ട് ദൈവങ്ങളാണെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണം ഒന്ന് വർദ്ധിപ്പിച്ചാൽ ആ പോകുന്ന പെട്ടകം നേരെ നെടുംകുത്തനെ താഴേക്ക് വീഴും. ഇനി ഭൂമിയുടെ ഗുരുത്വാകർഷണം പിൻവലിച്ചു എന്ന് വെക്കുക. ആ പെട്ടകം ഭൂമിയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അത് സ്പേസിൽ, ബഹിരാകാശത്ത് അങ്ങനെ വട്ടം കറങ്ങേണ്ടി വരും. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഒന്ന് കുറച്ചു കൊടുത്താൽ ഭൂമിയിലേക്ക് ഇങ്ങ് വരാൻ കഴിയില്ല. അപ്പൊ ഒരിക്കലും തന്നെ ഒരു സ്വരച്ചേർച്ച കാര്യങ്ങൾ തമ്മിൽ ഉണ്ടാവില്ല. മനുഷ്യന്റെ ഒരു കൈ ഉണ്ടാക്കിയത് ഒരു ദൈവവും മറ്റേ കൈ ഉണ്ടാക്കിയത് വേറൊരു ദൈവവുമാണെന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. രണ്ട് കൈകളും കൂടി കോർത്തുകൊണ്ടും യോജിച്ചുകൊണ്ടും ചെയ്യേണ്ട ഒത്തിരി പണികളുണ്ട്. അതൊന്നും മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. ഇത് ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളിലും ആപ്ലിക്കബിൾ ആയ ഒരു കാര്യമാണിത്. അപ്പോ
അള്ളാഹുവിനോടൊപ്പം പുത്രന്മാരോ പുത്രിമാരോ ദിവ്യത്വമുള്ളവരായി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിനോടൊപ്പം സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളായിരുന്ന വേറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, ഓരോരുത്തരും സൃഷ്ടിച്ചതും കൊണ്ട് അവരങ്ങ് പൊയ്ക്കളയുമായിരുന്നു. അതിന്റെ മേൽ അധികാരം കാണിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാവുമായിരുന്നു ആ ദൈവം അല്ലെങ്കിൽ ആ ദൈവങ്ങൾ സ്വീകരിക്കുക. അങ്ങനെ ആവുമ്പോ അവര് പരസ്പരം കലഹിക്കുന്നവരായി, പരസ്പരം ഏറ്റുമുട്ടുന്നവരായിട്ടാണ് മാറുക. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അബദ്ധജടിലമായ കാര്യങ്ങളെ തൊട്ട് അതിൽ നിന്നൊക്കെ വളരെ സമുന്നതമായ നിലത്തിൽ പരിശുദ്ധനാണ് അള്ളാഹു. അള്ളാഹുവിന്റെ വ്യക്തിത്വം ഇവരുടെ ബുദ്ധിശൂന്യമായ സംസാരം കൊണ്ട് കളങ്കപ്പെടുന്നതല്ല. അള്ളാഹുവിന്റെ ഔന്നത്യവും അള്ളാഹുവിന്റെ പൂർണ്ണതയും ഇവരുടെ ബുദ്ധിശൂന്യമായ സംസാരം കൊണ്ട് കളങ്കപ്പെടുന്ന കാര്യമേ അല്ല എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. അവര് വിവരിച്ചു കൊണ്ടിരിക്കുന്ന, അവര് വർണ്ണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂലോക അബദ്ധങ്ങളുണ്ടല്ലോ, അതൊന്നും അള്ളാഹുവിന്റെ മഹത്വത്തെ, അള്ളാഹുവിന്റെ പൂർണ്ണതയെ, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ബാധിക്കുന്ന വിഷയമേ അല്ല. സുബ്ഹാൻ എന്ന വാക്ക് അള്ളാഹുവിനെ പരാമർശിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഖുർആൻ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അത് പലപ്പോഴും നമ്മൾ പരിശുദ്ധി എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ സൂചന എന്ന് മനസ്സിലാക്കാതെ പോവാറുണ്ട്. അത് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പവിത്രത, അള്ളാഹുവിന്റെ പൂർണ്ണത, അള്ളാഹുവിന്റെ അന്യൂനത ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ആശയമാണ്. അത് അള്ളാഹുവിന്റെ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വസ്ത്രം കഴുകിയിട്ട പോലെയുള്ള ഒരു പരിശുദ്ധിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പോരായിക അവനിൽ ഉണ്ടാകുന്നു എന്നത്, എന്തെങ്കിലും ഒരു ശക്തിക്കുറവ്, ബലക്കുറവ് അവനുണ്ടാകുന്നു എന്നത്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവൻ തോറ്റുപോകുന്നു എന്നത്, അവനേക്കാൾ വേറെ ചിലർ മികച്ചു നിൽക്കുന്നു എന്നത്, അവന് നിയന്ത്രണമില്ലാത്ത ഒരു സംഗതി മറ്റു ചിലരുടെ നിയന്ത്രണത്തിൽ ഉണ്ടാവുക എന്നത്, ഇതൊക്കെ അള്ളാഹുവിനെ അശുദ്ധമാക്കുന്ന, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന, അള്ളാഹുവിന്റെ പൂർണ്ണതയ്ക്ക് ന്യൂനത വരുത്തുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും അള്ളാഹുവിനെ ഏശുകയില്ല. ഇവരെന്തൊക്കെ തന്നെ വിവരിച്ചു കൊണ്ടിരുന്നാലും, ഇവരെന്തൊക്കെ തന്നെ അബദ്ധജടിലമായ കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാലും അള്ളാഹുവിന്റെ പവിത്രതയെ അതൊന്നും തന്നെ ബാധിക്കുകയില്ല എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. അവരെ ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന അബദ്ധങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹു അങ്ങേയറ്റത്തെ പരിശുദ്ധനാണ്. അതൊന്നും അള്ളാഹുവിനെ ഏശാൻ പോകുന്നില്ല എന്നതാണ്. ആലിമുൽ ഗൈബി വശഹാദ. അവന് ദൃശ്യമായതും അദൃശ്യമായതും അറിയുന്നവനാണ്. തെളിഞ്ഞു കിടക്കുന്നതും മറഞ്ഞു കിടക്കുന്നതും ഒരുപോലെ അറിയുന്നവനാണ് അവൻ. ആലിം എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ, അറിവുള്ളവൻ. അൽ ഗൈബ് അദൃശ്യമായത്, വശഹാദ പ്രത്യക്ഷമായതും മറഞ്ഞു കിടക്കുന്നതുമായ സകലതും അറിയുന്നവനാണ് അവൻ എന്ന് പറഞ്ഞാൽ ആ നിലക്ക് ഒരു ന്യൂനതയും അവന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആരോപിക്കാൻ പറ്റൂല. അള്ളാഹുവിനെതിരിൽ ആരെങ്കിലും ഉപജാപം നടത്തുന്നുണ്ട്, അവന്റെ അധികാര മേഖലയിൽ കയറി കളിക്കാൻ വേറെ ചിലരൊക്കെ പണിപ്പെടുന്നുണ്ട് എന്നൊരു കാര്യം അങ്ങനെ പുരോഗമിക്കുകയാണെന്ന് വെക്കുക, അള്ളാഹു അറിയാതെ. ലാസ്റ്റ് മൊമെന്റില് അള്ളാഹുവിന്റെ അധികാര സംവിധാനത്തിന് തകിടം മറിക്കപ്പെടുമ്പോൾ മാത്രമാണ് അള്ളാഹുവിന് അത് അറിയാൻ പറ്റുന്നത് എങ്കിൽ അത് അള്ളാഹുവിന്റെ ദിവ്യത്വത്തെ വല്ലാത്ത വിധത്തിൽ ക്ഷതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പിന്നെ അള്ളാഹു ദിവ്യത്വമുള്ള ദൈവമാണ് എന്ന് അവകാശപ്പെടുന്നതിന് അർത്ഥമല്ല. അവൻ ആലിമുൽ ഗൈബാണ്. ആരൊക്കെ എന്തൊക്കെ ഉപജാപങ്ങൾ നടത്തിക്കൊണ്ടും അവനെതിരില്
ചലനങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ അദൃശ്യമായത് സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് അവൻ. അവന് പരസ്യമായതും രഹസ്യമായതും എന്നൊന്നുമില്ല, രണ്ടും ഒരുപോലെ അവൻ അറിയാൻ സാധിക്കുന്നു. തആല അമ്മാ യുശ്രികൂൻ. അതുകൊണ്ട് തന്നെ ഇവര് അവനിൽ പങ്കാളികളെ ചേർക്കുന്നു എന്നതിൽ നിന്ന് അവൻ തീർത്തും ഉയർന്നു നിൽക്കുന്നവനാണ്. തആല അവൻ ഉയർന്നു നിൽക്കുന്നു. അമ്മാ യുശ്രികൂൻ അവനിൽ പങ്കാളികളെ ചേർക്കുന്നു എന്ന ആ അബദ്ധം ചെയ്യുന്നതിൽ നിന്ന്. ഈ ആളുകള് അള്ളാഹുവിനോട് പങ്കാളികളായിട്ട് പലരെയും കണക്കാക്കുന്നുണ്ട്. ആ നിലയ്ക്ക് അവരോട് പ്രാർത്ഥിക്കുന്നു, സഹായം തേടുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും അള്ളാഹുവിന്റെ മഹത്വത്തെ തകർക്കാനോ അള്ളാഹുവിന്റെ മഹത്വത്തിന് ക്ഷതമേൽപ്പിക്കാനോ ഇവർക്കാർക്കും സാധ്യമല്ല. അവൻ അത്രയും ഉന്നതനാണ്, പരിശുദ്ധനാണ്, പവിത്രതയുള്ളവനാണ്. അവന് പൂർണ്ണത അവന് മാത്രം അവകാശപ്പെട്ടതാണ്. അവന്റെ അധികാര ലോകത്തേക്ക് ഇടിച്ചു കയറാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല തന്നെ. അവന്റെ അധികാരത്തിൽ ഒരാൾക്കും പങ്കുമില്ല. ഇനി വല്ല അനന്തരാവകാശവും പറഞ്ഞു വരാൻ അവന് വല്ല മക്കളെയും സ്വീകരിച്ചിട്ടുണ്ടോ? അതുമില്ല. ഇതൊക്കെ നിങ്ങൾ വ്യാജമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് എന്നാണ് അള്ളാഹു അവരെ കേൾപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവിടെ ചുമതലപ്പെടുത്തുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.